അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹീസ് ഗോണ ലോഞ്ച് ഇൻ ഇന്ത്യ. സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. സി യു ഇൻ പാർട്ട് 2. അതെ, ഇപ്പോൾ എയറിൽ കയറി നിൽക്കുന്ന ഒരു ചേട്ടനാണ് നമ്മുടെ ആൻവിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. പുള്ളിക്കാരനെ അറിയാത്തവർക്ക് ഞാൻ കുറച്ചൊരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പുള്ളിക്കാരൻ്റെ ഫോട്ടോ. അതായത് പുള്ളിക്കാരൻ ഒരു ബിസിനസ് UK ഭയങ്കര ബിസിനസ്സായിട്ട് ഭയങ്കര റിച്ചായിട്ട് ആക്ട് ചെയ്ത്, അതായത് ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് പുള്ളിക്കാരൻ ഭയങ്കര മൾട്ടി മില്യണിയർ ആണെന്ന രീതിയിലായിരുന്നു സംസാരം. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്റ്റോറീസും പുള്ളിക്കാരൻ്റെ ഒറിജിനൽ ലൈഫ് എക്സ്പോസ് ചെയ്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. പിന്നെ ഒന്നാമത്തെ എനിക്കൊരു കാര്യം പറയുന്നത്, ഈ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അത്ര നല്ല ഒരാളല്ല. നന്മമരം ചമയുന്നതിന് മുന്നേ നമ്മുടെ ഒരു കാര്യം കൂടെ പറയണമല്ലോ. അത് ഈ പുള്ളിക്കാരൻ്റെ കുറേ ഫ്ലാഷ് ബാക്ക് പണ്ടത്തെ നിങ്ങൾക്ക് പഴയ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ പുള്ളിക്കാരനെതിരെ കുറേ അലിഗേഷൻസ് വേറെ പഴയത് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്ക് ആൻവിനായോണ്ട് പുള്ളിക്കാരനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഇനി ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കാണാം. മീറ്റ് അൻവിൻ ജോസ്. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത്. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും ഇതാണ് ഈ ഒരു പോയിന്റിലാണ് പുള്ളിക്കാരൻ മെയിൻ പാളിപ്പോയത്. അതായത് പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതേപോലെ ട്രിഗർ ആവാനുള്ള കാരണം പുള്ളിക്കാരൻ ഭയങ്കര, അതായത് മേൽ സിഗ്മ കളിച്ച് നടന്നു. അതാണ് മെയിൻ ഒരു ഇഷ്യൂ. പിന്നെ അല്ലാത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് കുറേ റിച്ച്നെസ് ഫേക്ക് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് പുള്ളിക്കാരൻ്റെ താല്പര്യം. പുള്ളിക്കാരന് ഞാൻ എൻ്റെ കയ്യിൽ 10 കോടിയുണ്ട് 50 കോടിയുണ്ടെന്ന് പറഞ്ഞാൽ ഫേക്ക് റിച്ച് കളിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് ആ റിച്ച്നെസ് ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ സ്കാം ചെയ്യാൻ പോകുമ്പോൾ അതൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റ് എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ. അതായത് പുള്ളിക്കാരൻ UK വന്നത്, അതായത് വേറെ റിലേഷൻസിലൊന്നുമില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഈ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ പുള്ളിക്കാരൻ റിവീൽ ചെയ്ത് നിലമ്പൂരിലുള്ള ഒരു കൊച്ചാണ്. ഈ പുള്ളിക്കാരൻ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് ആൻവിൻ ആക്ച്വലി UK ചെല്ലുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞ കഥകൾ വേറെ രീതിയിലാണ്. മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ. പക്ഷേ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുമെന്നാണോ നിങ്ങളെല്ലാവരും പറയുന്നത്? ടെക്നിക്കലി സ്പീക്കിംഗ് അത് നടക്കുന്ന കാര്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ഹോം നമുക്ക് ഇതേപോലെ ബിസിനസ് ആണെങ്കിൽ തന്നെ 11 മന്ത്സ് കൊണ്ട് എങ്ങനെ പോയാലും മൾട്ടി മില്യണർ ആകുമ്പോഴത്തേക്ക് കെയർ ഹോം വെച്ചിട്ട് UK ടാക്സ് ഒക്കെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1-2 പേരല്ല ഇപ്പോൾ UK നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നത്. നാട്ടിലുള്ള പകുതി യങ്സ്റ്റേഴ്സ് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ജീവിക്കുന്നവർക്ക് വ്യക്തമായി ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുള്ളതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാം. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ട് പുള്ളിക്കാരൻ കുറേ പേരുടെ ജോബ് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ജോബ് ഓഫേഴ്സിന് പൈസ മേടിക്കുന്നുണ്ട്. ആ ഒരു സ്കാമാണ് പുള്ളിക്കാരൻ പുറത്ത് കൊണ്ടുവന്നത്. എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്ത, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോള്. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്നുള്ള പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതുമല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചതാരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്. അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതെ
ഈ ഒരു പോയിന്റ്, അതായത് ഈ രണ്ടൊരു പോയിന്റും ഒരു ഇറലവൻ്റ് ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ 25, 30 വണ്ടികൾ കള്ളം പറഞ്ഞോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ ഫാം ഹൗസ് അത് മേടിച്ചാണെങ്കിൽ തന്നെ, അത് റെന്റഡ് ആണെങ്കിലും അത് നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യമില്ല. അത് ആക്ച്വലി പുള്ളിക്കാരൻ ഇച്ചിരി ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്പത്തരം എന്ന് പറയും, അതായത് മറ്റേ ഈ റിച്ച്നെസ് ഫേക്ക് ചെയ്യുന്ന പോലെ ഇത് പറയുന്നുണ്ട്. ആ ഒരു ഇതിൽ പുള്ളിക്കാരൻ പറഞ്ഞതായിരിക്കും. അതിന് വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. പുള്ളിക്കാരൻ റിച്ച് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരൻ റിച്ച് ആയിട്ട് ആക്ട് ചെയ്യണമെന്ന് തോന്നി. അത് മറ്റേ ഇത് എനിക്ക് 25, 30 വണ്ടി ഉണ്ടെന്നൊക്കെ പറയുന്നില്ലേ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള ഈ റിച്ച്നെസ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളവരെ സ്കാം ചെയ്യുന്ന ഒരു തെണ്ടിത്തരമാണ്. വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹീസ് ഗോണ ലോഞ്ച് ഇൻ ഇന്ത്യ. സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. ഈ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ ഓട്ടോ സ്പാ ബിസിനസ്സും പിന്നെ പുള്ളിക്കാരൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്കാമിൻ്റെ കുറിച്ചാണ്, അതായത് പുള്ളിക്കാരൻ്റെ ബിസിനസ്സിൻ്റെ ഈ സ്കാമിനെ കുറിച്ചാണ് മെയിനായിട്ട്. അതായത് പുള്ളിക്കാരൻ ആക്ച്വലി ഈ ഒരു റിച്ച്നെസ് ഫേക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിച്ച്നെസ് ഫേക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ റിച്ച്നെസ്, അതായത് എന്നെ പോലെ ആകണമെങ്കിൽ, അപ്പോൾ കുറേ യങ്സ്റ്റേഴ്സ് ചോദിക്കുമ്പോൾ എനിക്ക് ആൻവിനെ പോലെ ആവണമെങ്കിൽ, അതായത് ഈ പുള്ളിക്കാരനെ പോലെ ആവണമെങ്കിൽ ഇത് ചെയ്താൽ മതി, ഈ ബിസിനസ് ചെയ്തിട്ടാണ് ഇവന് ഇങ്ങനെ എടുത്തത്, ഞാൻ റിസ്ക് എടുത്തിട്ടാണ് ഇത്രയും ബിസിനസ് ഇത്രയും ഇതിലെത്തിയത്. ആ ഒരു ചിന്താഗതി യങ്സ്റ്റേഴ്സിൻ്റെ അതിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചത്. അതായത് പുള്ളിക്കാരൻ്റെ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആൻവിനെ പോലത്തെ ഒരു ആൾക്കെതിരെ, അപ്പോൾ ഒരു യങ്സ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു കുറച്ച് പൈസ, എൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പൈസ തരികയാണ്, ആൻവിൻ്റെ ബിസിനസ്സിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ആൻവിൻ അവിടെ UK പോയിട്ട് ഇതേപോലെ സെറ്റിൽ ചെയ്യാം എന്നൊരു വിചാരം ചില യങ്സ്റ്റേഴ്സിനുണ്ടാവും. ആ ഒരു ഇതാണ് മെയിൻ പ്രശ്നം, ഈ റിച്ച്നെസ് ആക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ പ്രശ്നം. അല്ലാണ്ട് ആൻവിൻ അയാളുടെ പേഴ്സണൽ ലൈഫിൽ 25 വണ്ടി ഉണ്ടെന്ന് കള്ളം പറയുന്നതിലോ, പുള്ളിക്കാരൻ്റെ പേരിൽ എത്ര വീട് റെന്റഡ് ആണോ, പുള്ളിക്കാരനാണ് അതിൻ്റെ ഓണറിന്, അത് നമ്മളെ ബാധിക്കുന്ന യാതൊരു കാര്യമില്ല. പക്ഷെ ആ റിച്ച്നെസ് ഉപയോഗിച്ച്, ആ ഫേക്ക് റിച്ച്നെസ് ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ ഈ സ്കാമിലോട്ട് പെടുത്തുന്നത് വളരെ തെണ്ടിത്തരമാണ്. അതായത് പുള്ളിക്കാരന് ആക്ച്വലി ആദ്യകാലത്ത് ഭയങ്കര സിഗ്മയൊക്കെ കളിച്ചാണ്, എനിക്ക് പെണ്ണ് വേണ്ട, പട്ടികൾ മാത്രം മതി, വലിയ ഡോഗ് ലവറാണ്. അപ്പോൾ പുള്ളിക്കാരന് പട്ടികളെ മാത്രം മതി. പക്ഷെ ആ പെൺകൊച്ചിൻ്റെ ഡിപ്പെൻഡൻറ്റ് വേസിലാണ് പോയത്. അപ്പോൾ ആ കൊച്ചിൻ്റെ ഫോട്ടോസ് ഒന്നും കെട്ടിയിട്ടില്ല, ബ്ലർ ചെയ്തിട്ടിരിക്കുന്നത്. ഈ നമ്മുടെ ആൻവിൻ്റെ വേറൊരു വീഡിയോ ഉണ്ട്, ചെറിയൊരു ക്ലിപ്പാണ്, അതും കൂടെ ഒന്ന് കേട്ടേക്കാം. ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ പറ്റുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമായിട്ട് സംസാരിച്ച് ഞാൻ എൻ്റെ ഒരു ടീം ഫോം ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് 1 മാസം മിനിമം തെണ്ടി തിരിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു ജോലി സാധ്യതയുള്ളൂ. ആ സമയത്തെ റെന്റ് ആണ് എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് വരുന്നത്. എനിക്ക് എന്ത് കിട്ടുന്നോ അതിന്റെ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. സോ എന്നെ കൊണ്ട് പറ്റുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റിന് 1 മാസം റെന്റ് പേ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും 1000 പേര് എന്റെ വഴി കയറി വന്നിട്ടുണ്ടെങ്കിൽ 1000 പേരുടെ റെന്റ് അടയ്ക്കും എന്നുള്ളത്. 1000 പേരുടെ റെന്റ് 5 കോടിയായാലും 10 കോടിയാലും ഞങ്ങൾ അടയ്ക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ ഇതാണ് വേറൊരു പരിപാടി. അതായത് പുള്ളിക്കാരൻ്റെ കെയർ ഓഫിൽ ഇത് തന്നെ പറയുന്നത്. അതായത് പുള്ളിക്കാരൻ റിച്ച്നെസ് ഫേക്ക് ചെയ്യുമ്പോൾ അത് പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കും ഒരു ധൈര്യം ഉണ്ടാവും. അത് പുള്ളിക്കാരൻ ജെന്യുവിനാണ്, പുള്ളിക്കാരൻ ആവശ്യത്തിന് കാശുണ്ട്, ഇനി എന്തിനാണ് പുള്ളിക്കാരൻ കാശ്, ഈ ഒരു ചിന്താഗതി എല്ലാ യങ്സ്റ്റേഴ്സിനും വരും. ഇതേപോലെ പാവങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്. അതായത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതായത് വന്നു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ എന്താ ചെയ്തു തരുന്നതെന്ന് ചോദിക്കുന്നു. അത് 1 മാസത്തെ റെന്റ് അത് ആ ചെക്കൻ ചോദിച്ചാൽ, അതായത് ഒരു 1000 പേര് പുള്ളിയുടെ കെയർ ഓഫിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഫുൾ റെന്റ് ഇവർ അടയ്ക്കുമോ? അത് UK റെന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, 1 മാസത്തെ റെന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ 1 മാസത്തെ റെന്റ് എല്ലാ സ്റ്റുഡൻറ്റ് 1000 പേരുടെ അടയ്ക്കുമോ? അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പേര് 2000 പേര്. അപ്പോൾ ഇവർക്ക് എന്താ ലാഭത്തിൽ? ഇവർക്ക് ഈ ചെയ്യുന്ന, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അവർക്കൊരു ലാഭം വേണ്ടേ? ഈ ചെയ്യുന്ന സാധനത്തിൽ ഇവർക്ക് എന്താ ലാഭം? അപ്പോൾ എന്താ അപ്ഡേറ്റ്സ് നോക്കാം. എന്തായാലും ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.